പത്തനംതിട്ട നഗരസഭയിൽ തുടർ ഭരണത്തിനായാണ് LDF ഇത്തവണ മത്സരിക്കുന്നത്. പത്തനംതിട്ട നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമമായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. പരിചയസമ്പന്നതയും യൂത്വവും എല്ലാം നിലനിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. ആദ്യം നിലവിലെ കൗൺസിലറോട് തന്നെ ചോദിക്കാം. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കൊണ്ട് നടപ്പാക്കിയ വികസന പദ്ധതികളെ ചൂണ്ടിക്കാട്ടിയുണ്ടോ? വലിയ വികസനമായിരുന്നോ ഈ കാലഘട്ടത്തിൽ? ഉറപ്പായും തീർച്ചയായും നല്ല വികസനമായിരുന്നു സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ളത്. മറ്റൊരു നിലവിലെ കൗൺസിലർ വലിയ ആത്മവിശ്വാസമാണോ നിങ്ങൾ പുതിയ ആളുകളെ പരിചയപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടക്കം വെച്ചൊക്കെ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നഗരത്തിലേക്ക് ചെയ്യുവാനായിട്ടുണ്ട്. പുതിയൊരു ടീമാണ് വരുന്നത്. ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആത്മവിശ്വാസമാണോ? തീർച്ചയായിട്ടും. എന്താണ് പറയാനുള്ളത്? സന്തോഷം തോന്നുന്നുണ്ട്. പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിന് വളരെയധികം സന്തോഷം. നമുക്ക് മുകളിലും ആൾക്കാർ നിൽപ്പുണ്ട്. നിങ്ങളെല്ലാം പുതിയൊരു ടീമിലേക്ക് പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ്? നല്ല ഒരു ഇത് തന്നെ. കഴിഞ്ഞ തവണ നടത്തിയ 5 വർഷത്തെ വലിയ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ ഒരു നഗരസഭയാണ് പത്തനംതിട്ട നഗരസഭ. സക്കീർ ഹുസൈൻ വലിയ വികസന പ്രവർത്തനം തന്നെ. ഒരു 50 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനമാണ് പത്തനംതിട്ട നഗരസഭയിൽ നടന്നിരിക്കുന്നത്. പത്തനംതിട്ട യാർഡ്, പത്തനംതിട്ട ടൗൺ സ്ക്വയർ, പത്തനംതിട്ടയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഒരു 100 കണക്കിന് വികസന പ്രവർത്തനം നടത്തിയ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് പത്തനംതിട്ട നഗരസഭ. നഗരസഭ ചെയർമാൻ, നിലവിലെ ചെയർമാൻ നിൽക്കുന്നുണ്ട്. ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കാം. പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റിയ കഴിഞ്ഞ 5 വർഷങ്ങൾ, ടൗൺ സ്ക്വയർ, ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, പ്രത്യേകിച്ച് ഒരു 10-20 വർഷം പത്തനംതിട്ട മാധ്യമങ്ങൾക്ക് വാർത്തയായിരുന്നു അത് ശരിയല്ല, തകരാറിലാണ്. അപ്പോൾ വലിയ വികസനമായിരുന്നു അല്ലേ? നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക മാത്രമല്ല അത് പൂർത്തീകരിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികളുടെ ഭാഗമാണ് ഈ വികസന പ്രവർത്തനങ്ങൾ. അത് തുടരേണ്ടതുണ്ട്. അത് നാടിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യം തന്നെ, വികസനം തുടരും, വിശ്വാസം വളരും, വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് 33 സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ യുവാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക. അനുഭവം, അതോടൊപ്പം തന്നെ പഴയകാല അനുഭവങ്ങൾ ഉള്ള കൗൺസിൽ അംഗങ്ങൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾ ധാരാളമായിട്ട് മത്സരിക്കുന്നുണ്ട്. യുവത വലിയ അളവിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നഗരത്തിൻ്റെ പുതിയ വികസന കുതിപ്പിലേക്ക് ഭാഗമാകാൻ കഴിയുന്ന ഒരു നല്ല ടീമിനെയാണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനീ പറഞ്ഞ വികസന പ്രവർത്തനം ഒട്ടനവധി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ചോദിക്കണം, ഈ അത്ര പതിവിധത്തിൽ ഭരണഘടനാ സാക്ഷരത എന്നൊരു കാര്യം പത്തനംതിട്ട നടപ്പാക്കാൻ അങ്ങ് ശ്രമിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ ബദൽ കൂടിയല്ലായിരുന്നു? തീർച്ചയായിട്ടും. ഞാനതാണ് പറഞ്ഞത്, ഇതിൻ്റെ എല്ലാ അടിത്തറ ഇടതുപക്ഷ നയം എന്നുള്ള നിലയിലാണ്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് വർത്തമാനകാലത്തിൻ്റെ ദൗത്യമായതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് KSRTCയുടെ സ്റ്റാൻഡിൽ ഭരണഘടനാ സാക്ഷരതയെ വിളിച്ചോതുന്ന ആമുഖം നമ്മൾ ആലേഖനം ചെയ്ത് അവിടെ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നുള്ള നിലയിലാണ് അത്തരം പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതൊരു പുതിയ രൂപമായിരുന്നു കലാപ്രവർത്തനങ്ങൾക്ക് വലിയ നിലയിൽ. അതോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയം, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. പത്തനംതിട്ടയെ ഒരു ലിവബിൾ സിറ്റിയാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഗ്രേറ്റർ പത്തനംതിട്ട എന്ന ആശയവും ഈ നഗരസഭാ കൗൺസിലാണ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും പുതിയ കൗൺസിലിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ പറഞ്ഞ പോലെ വിവിധ കാറ്റഗറിപ്പെടുന്ന ആളുകളെ ഇപ്പോൾ യുവ അഭിഭാഷകരുണ്ട്. എങ്ങനെ ഗ്രേറ്റർ പത്തനംതിട്ട തന്നെ മുമ്പോട്ട് പോവോ? തീർച്ചയായിട്ടും പോകും. നല്ല രീതിയിൽ തന്നെ തീർച്ചയായിട്ടും പോകും. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം വലിയ വിജയപ്രതീക്ഷ തന്നെയല്ലേ? എങ്ങനെ പത്തനംതിട്ടയെ കോട്ടയാക്കുമോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. യുവാക്കളുടെ വലിയൊരു നിര തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എങ്ങനെ തുടരുമോ? ഏതായാലും പത്തനംതിട്ട നഗരസഭയിൽ ഇടതുപക്ഷം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഏവരുമുള്ളത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.